നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവിയോഗത്തിൻ്റെ ഒരു വർഷം മുമ്പ് വിശുദ്ധ മദീനയിൽ നടന്ന ഒരു സുപ്രസിദ്ധ തൗബയുണ്ട്. ആ തൗബയിൽ അള്ളാഹുവിൽ നിന്നുള്ള വഹി വന്നിറങ്ങിയപ്പോൾ ഹദീസിൽ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുമുഖം യബ്റുഖു വജ്ഹുഹു മിനസ്സുറൂർ, സന്തോഷത്താൽ വെട്ടിത്തിളങ്ങി എന്നാണ്. വകാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സുറ ഇസ്തനാറ വജ്ഹുഹു, തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷത്തിലായാൽ അവിടുത്തെ മുഖം തിളങ്ങുമായിരുന്നു. ഹത്താ കഅന്നഹു ഖിത്അതു ഖമരിൻ, പൂർണ്ണചന്ദ്രൻ്റെ ഒരു കഷ്ണം കണക്കെ തിളക്കമാർന്നതാകുമായിരുന്നു തിരുമുഖം സല്ലല്ലാഹു അലൈഹി വസല്ലം. വകുന്നാ നഅരിഫു ദാലിക മിൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു സവിശേഷത ഞങ്ങൾ അനുഭവിച്ചറിയാറുണ്ടായിരുന്നു എന്നാണ് സഹാബി പറയുന്നത്. അന്ന് മദീനയിൽ ചില തെറ്റുകാരുടെ, പാപികളുടെ പശ്ചാത്താപം അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണിത്. ആ വിഷയത്തിൽ വഹി ഇറങ്ങി. കുറ്റം ചെയ്ത് 50 ദിവസങ്ങൾക്കിപ്പുറമാണ് കുറ്റക്കാരുടെ ഏറ്റുപറച്ചിലിനും മനസ്താപത്തിനും പശ്ചാത്താപത്തിനും ശേഷം അവരുടെ തൗബ സ്വീകരിച്ച വഹി വരുന്നത്. തിരുദൂതർക്ക് ആ വഹി വന്നപ്പോൾ തെറ്റുകാരിൽ ഒരാളോട് അവിടുന്ന് പറഞ്ഞത്, അബ്ശിർ ബിഖൈരി യൗമിൻ മറ അലൈക മുൻദു വലദത്ക ഉമ്മുക് എന്നാണ്. താങ്കളുടെ ഉമ്മ താങ്കളെ പ്രസവിച്ച ദിനം മുതൽ താങ്കൾക്ക് കടന്നുപോയ ദിനരാത്രങ്ങളിൽ ഏറ്റവും നല്ല ദിനമാണ് ഈ ദിനം, അതിനാൽ സന്തോഷിക്കൂ എന്നാണ്. തൗബ ചെയ്ത വ്യക്തി തിരുദൂതരോട് പറഞ്ഞു, അമിൻ ഇൻദിക യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ ദൂതരെ, ഈ സുവിശേഷം, ഈ സന്തോഷ വാർത്ത അത് അങ്ങയിൽ നിന്നാണോ? അമ്മിൻ ഇൻദില്ല, അതല്ല അള്ളാഹുവിങ്കൽ നിന്നാണോ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, ലാ ബൽ മിൻ ഇൻദില്ല, ഇതെന്നിൽ നിന്നല്ല, ഇത് അള്ളാഹുവിങ്കൽ നിന്നുള്ള സുവിശേഷമാണ്, സന്തോഷ വാർത്തയാണ്, സുവാർത്തയാണ് എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗബക്ക് അവസരമേകി തൗബ സ്വീകരിച്ചാൽ തെറ്റുകാരൻ കുറ്റവിമുക്തനായി അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് പാത്രീഭൂതനാകുന്നതെങ്ങനെ എന്നത് മനസ്സിലാക്കാനാണ് ഈ ഒരു ഭാഗം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഈ സംഭവം ഏവർക്കും സുപരിചിതമായ സംഭവമാണ്. പക്ഷേ അതിൽ ചില വിഷയങ്ങൾ പലപ്പോഴും ആളുകൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത ഭാഗങ്ങളുമാണ്. അള്ളാഹു തൗബ സ്വീകരിച്ച് കരുണ കനിഞ്ഞാൽ തെറ്റിൽ കഴിഞ്ഞവൻ എങ്ങനെ കടാക്ഷിക്കപ്പെടും എന്നതാണിത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഇവിടെ തെറ്റുകാരൻ കഅബ് ഇബ്നു മാലിക് അസ്സുലമി അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു ആണ്. അദ്ദേഹം തൻ്റെ കൂട്ടുകാരോടൊപ്പം മദീനയിൽ പിന്തി നിൽക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുധാവനം ചെയ്ത് അനിവാര്യമായും തബൂക്കിലെത്തി സഹായിക്കേണ്ട സന്ദർഭത്തിൽ അകാരണമായി പിന്തിയ കുറ്റമാണ് അദ്ദേഹത്തിൻ്റേത്, കൂട്ടുകാരുടേതും. മുറാറത്ത് ബിനു റബീഉൽ അംരിയും ഹിലാൽ ഇബ്നു ഉമയ്യ അൽ വാഖിഫിയും കഅബ് ഇബ്നു മാലിക്കിനോടൊപ്പം പിന്തി നിന്നവരിൽ പെട്ടവരാണ്. 80-ൽ ചില്ലാനം ആളുകൾ പിന്തിയവരുണ്ടായിരുന്നു. പക്ഷേ കഅബ് ഇബ്നു മാലിക്കിൻ്റേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവത്തിൽ കണക്കിലെടുത്ത വിഷയമായിരുന്നു. അതുകൊണ്ടാണ് തബൂക്കിൽ നിന്ന് മടങ്ങിയെത്തിയ തിരുദൂതരുടെ മുമ്പിലേക്ക് കഅബ് റളിയല്ലാഹു തആല അൻഹു വന്നപ്പോൾ തബസ്സുമൽ മുഗ്ദബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിച്ചത് ദേഷ്യം പിടിച്ച ഒരാളുടെ പുഞ്ചിരിയായിരുന്നു എന്നാണ്. തിരുസവിധത്തിൽ വന്നിരുന്നപ്പോൾ മാ ഖല്ലഫക്, എന്തിയെ നിങ്ങൾ പിന്തിയതെന്ന് തിരുദൂതർ ചോദിച്ചു. പക്ഷേ നമ്മൾ ഈ ആയത്തിൻ്റെ തുടക്കത്തിൽ മനസ്സിലാക്കിയതുപോലെ ഇല്ലല്ലദീന താബു വ അസ്ലഹു വ ബയ്യനു എന്ന് പറഞ്ഞില്ലേ. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു തൻ്റെ കാര്യം വ്യക്തമാക്കി. അദ്ദേഹം തൻ്റെ നിലപാടും തൻ്റെ കർമ്മവും നന്നാക്കി. അദ്ദേഹം പറഞ്ഞത്, ഇന്നി വല്ലാഹ് ലൗ ജലസ്തു ഇൻദ ഗൈരിക് മിൻ അഹ്ലി ദുനിയ ലറഅയ്തു അൻ സഅഖ്റുജു മിൻ സഖതിഹി ബിഉദ്രിൻ വൽഖദ് ഉഅതീതു ജദല. തിരുദൂതരെ, അള്ളാഹുവാണേ സത്യം, ദുനിയാവിൽ താങ്കളല്ലാത്ത ഒരാളുടെ അടുക്കലായിരുന്നു ഞാൻ ഇരുന്നിരുന്നതെങ്കിൽ എന്തെങ്കിലും ഒഴിവ് കഴിവ് പറഞ്ഞ് അയാളുടെ ദേഷ്യത്തിൽ നിന്ന് മോചിതനാകാൻ എനിക്കറിയാം. കാരണം വലഖദ് ഊതീതു ജദലൻ, തീർച്ചയായും തർക്കിച്ച് ജയിക്കാനുള്ള കഴിവ് നൽകപ്പെട്ട വ്യക്തിയാണ് ഞാൻ. വലാകിന്നി വല്ലാഹ് ലഖദ് അലിംതു ലഇൻ ഹദ്ദസ്തുക അൽയൗമ ഹദീസ കദിബിൻ തർദാ ബിഹി അന്നി ലയൂശികന്നല്ലാഹു അൻ യുസ്ഖിതക അലൈ. അള്ളാഹുവാണ് സത്യം, എനിക്ക് ബോധ്യമുണ്ട്, ഇന്നൊരു കള്ളവർത്തമാനം താങ്കളോട് ഞാൻ പറഞ്ഞാൽ, താങ്കൾ എന്നെ തൃപ്തിപ്പെടാൻ വേണ്ടി പറഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല താങ്കളെ എന്നോട് കോപമുള്ളവൻ ആക്കുക തന്നെ ചെയ്യും ഏറെ വൈകാതെ. ഈ ബോധ്യം എനിക്കുണ്ട്. വലഇൻ ഹദ്ദസ്തുക ഹദീസ സിദ്ഖിൻ തജിദു അലയ്യ ഫീഹി ഇന്നി ലഅർജു ഫീഹി അഫ്വല്ലാഹ്.
താങ്കൾ എന്നോട് ദേഷ്യപ്പെടും വിധം സത്യത്തിൻ്റെ സംസാരം ഞാൻ നടത്തുകയാണ് എങ്കിൽ ഇന്നീല അർജൂഫി അഫ് അള്ളാഹുവിൻ്റെ മാപ്പും വിട്ടുവീഴ്ചയുമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. താങ്കൾ എന്നോട് ദേഷ്യപ്പെട്ടാലും അള്ളാഹുവിൻ്റെ മാപ്പ് പ്രതീക്ഷിച്ച് ഞാൻ താങ്കളോട് സത്യമായ വർത്തമാനേ പറയൂ എന്ന ആശയത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ലാ വല്ലാഹ് മാ കാന ലിയ മിൻ ഉദുരിൻ, അള്ളാഹുവാണ് സത്യം, തബൂക്കിലേക്ക് വരാതെ മദീനയിൽ പിന്തി നിൽക്കാൻ ഒരു ഒഴിവ് കഴിവും എനിക്കുണ്ടായിരുന്നില്ല. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അമ്മാ ഹാദാ ഫഖദ് സദഖ് ഫഖും ഹത്താ യഖ്ദി അല്ലാഹു ഫീക്, ഇദ്ദേഹം സത്യസന്ധത പുലർത്തിയിരിക്കുന്നു, സത്യം പറഞ്ഞിരിക്കുന്നു, എഴുന്നേറ്റ് പോകൂ, അള്ളാഹു താങ്കളുടെ വിഷയത്തിൽ വിധിക്കുന്നത് വരേക്കും. ഇതിനെ തുടർന്നാണ് ഈ കഅബ് ബിൻ മാലിക്കിനും സുഹൃത്തുക്കളായ മുറാറത്ത് ബിൻ റബീഇനും ഹിലാൽ ബിൻ ഉമ്മയ്യക്കും നേരെ നിസ്സഹകരണമുണ്ടായത്. നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുസ്ലിമീന അൻ കലാമി വ കലാമി സാഹിബൈ, എന്നോട് സംസാരിക്കുന്നതും എൻ്റെ രണ്ട് കൂട്ടുകാരോട് സംസാരിക്കുന്നതും മുസ്ലിമീങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കുകയുണ്ടായി. ആ വിലക്കിൽ 50 ദിനരാത്രങ്ങൾ അവർ കഴിച്ചുകൂട്ടി എന്നാണ്. ആരോരും സംസാരിക്കാതെ ഇവർ ഒരു സലാം മോദിയാൽ ആ സലാമിനോട് പോലും പ്രതികരിക്കാതെ എല്ലാവരും പൂർണ്ണമായും നിസ്സഹകരിച്ചു. നാടും മനസ്സും ഒരുപോലെ ഇടുങ്ങി 50 ദിനങ്ങളാണ് അവർ കഴിച്ചുകൂട്ടിയത്. അവരുടെ പശ്ചാത്താപത്തിൻ്റെയും മനസ്താപത്തിൻ്റെയും നാളുകളായിരുന്നു ഈ നീണ്ട നാളുകൾ. അദ്ദേഹം പറയുന്നുണ്ട്, ഫലമ്മ സല്ലൈതു സലാത്തൽ ഫജ്രി സുബ്ഹ 50 ലൈല, 50ാമത്തെ ദിവസത്തിൻ്റെ ഫജ്ർ ഞാൻ നിസ്കരിച്ചപ്പോൾ, ആ നിസ്കാരം വഅന അലാ ബഹ്രി ബൈത്തി മിൻ ബുയൂതിന, ഞങ്ങളുടെ വീടുകളിൽ ഒരു വീടിൻ്റെ മുതുകിൽ വെച്ചായിരുന്നു നിസ്കരിച്ചത്. അപ്പോഴാണ് സൽഅ മലയുടെ മുകളിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേൾക്കുന്നത്. എന്താ ശബ്ദം? യാ കഅബ് ബിൻ മാലിക് അബ്ശിർ, ഓ കഅബ് ബിൻ മാലിക്, താങ്കൾ സന്തോഷിക്കൂ. അത് കേട്ട മാത്രയിൽ ഫഖറർതു സാജിദൻ, ഞാൻ സുജൂദ് ചെയ്ത് വീണു എന്നാണ് അദ്ദേഹം പറയുന്നത്. വഅറഫ്തു അൻ ഖദ് ജാഅ ഫറജുൻ, ആശ്വാസം വന്നണഞ്ഞിരിക്കുന്നു എന്നെനിക്ക് ബോധ്യപ്പെട്ടു. മാത്രമല്ല വആദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിതൗബത്തില്ലാഹി അലൈന ഹീന സല്ല സലാത്തൽ ഫജ്ർ, തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്ർ നിസ്കരിച്ച സമയം അള്ളാഹു ഞങ്ങളുടെ തൗബ കബൂലാക്കിയിരിക്കുന്നു എന്നത് വിളംബരം ചെയ്തു. അതോടുകൂടിയാണ് ഫദഹബന്നാസ് യുബശ്ശിറൂനന, ജനങ്ങൾ ഒന്നടങ്കം ഞങ്ങൾക്ക് സന്തോഷ വാർത്ത നൽകിക്കൊണ്ട് വരികയുണ്ടായത് എന്നൊക്കെ അദ്ദേഹം പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ തൗബ കബൂലാക്കിയപ്പോൾ അതിനാൽ അദ്ദേഹത്തിനുണ്ടായ സന്തോഷം, അദ്ദേഹം പറയുന്നു, ഈ സന്തോഷ വാർത്ത എൻ്റെ അടുക്കലേക്ക് ഒരു വ്യക്തിയാണ് ആദ്യമായി കൊണ്ടെത്തിച്ചത്. ഞാൻ ചെയ്തത് നസഅതു ലഹു സൗബയ്യ ഫകസൗതുഹു ഇയാഹുമാ ബിബുശ്റ, എൻ്റെ 2 വസ്ത്രങ്ങൾ ഞാൻ അഴിച്ച് ആ സന്തോഷ വാർത്ത അറിയിച്ചതിനാൽ ഞാൻ അദ്ദേഹത്തിന് അത് ധരിപ്പിക്കുകയുണ്ടായി. വല്ലാഹി മാ അംലികു ഗൈറഹുമാ യൗമഇദിൻ, ആ 2 വസ്ത്രമല്ലാതെ മറ്റൊന്നും ഞാൻ അള്ളാഹുവാണെ അന്ന് ഉടമപ്പെടുത്തിയിരുന്നില്ല. വസ്തഅർതു സൗബൈനി ഫലബിസ്തുഹുമ, എനിക്ക് ധരിക്കാൻ ഞാൻ 2 വസ്ത്രം മറ്റുള്ളവരിൽ നിന്ന് വാങ്ങിയിട്ട് അത് ധരിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ചെല്ലുകയുണ്ടായി. അദ്ദേഹം പറയുകയാണ്, ഫതലഖാനി അന്നാസു ഫൗജൻ ഫൗജൻ യുഹന്നിഊനി ബിത്തൗബ, ആളുകൾ കൂട്ടം കൂട്ടമായി എന്നെ അഭിമുഖീകരിക്കുകയും ഈ തൗബ സ്വീകരിച്ചതിനാൽ അവർ എനിക്ക് അഭിനന്ദനം അർപ്പിക്കുകയുമുണ്ടായി എന്നാണ്. യഖൂലൂൻ, എങ്ങനെയാണ് അവർ അഭിനന്ദിച്ചത്? ലിതഹ്നിക തൗബത്തുല്ലാഹി അലൈക്, അള്ളാഹുവിൻ്റെ തൗബ താങ്കളിൽ ഉണ്ടായിരിക്കുന്നു, താങ്കൾക്ക് മംഗളം എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് കടന്നു ചെന്ന് തിരുസവിധത്തിലെത്തിയപ്പോഴാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു രംഗവും ആ ഒരു സംഭാഷണവും. തിരുമുഖം പൂർണ്ണചന്ദ്രന് കണക്കെ തിളങ്ങുന്നു സന്തോഷാധിക്യത്താൽ. അവിടുന്ന് പറഞ്ഞു, അബ്ശിർ ബി ഖൈരി യൗമിൻ മർറ അലൈക മുൻദു വലദത്ക ഉമ്മുക്, താങ്കളുടെ ജീവിതത്തിൽ കടന്നുപോയ, ജന്മം മുതൽ കടന്നുപോയ ദിനങ്ങളിൽ ഏറ്റവും നല്ല ദിനം അതാണ് ഇന്ന്, അള്ളാഹു തൗബ സ്വീകരിച്ച ഈ ദിനം. അതുകൊണ്ട് സന്തോഷിക്കൂ. ഈ സുവിശേഷം അങ്ങയിൽ നിന്നാണോ അതോ അള്ളാഹുവിൽ നിന്നാണോ എന്ന് കഅബ് റളിയല്ലാഹു തആല ചോദിച്ചപ്പോൾ ബൽ മിൻ ഇൻദില്ലാഹ്, അത് അള്ളാഹുവിൽ നിന്നാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയുണ്ടായി. നോക്കൂ നിങ്ങൾ, ഫഉലൈക അതൂബു അലൈഹിം എന്ന വചനം നമ്മൾ പഠിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗബ കബൂലാക്കിയാൽ, അതിനുള്ള അവസരം സൃഷ്ടിച്ചാൽ
അള്ളാഹുവിൻ്റെ തൗബയുടെ പ്രത്യേകത എന്ത്? അതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത് ഈ ഒരു മഹനീയ ചരിത്രത്തിൽ.